ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്ന് നിർണായക ദിവസമാണ്. SITയുടെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കുകയാണ്. അടച്ചിട്ട കോടതി മുറിയിലാണ് കേസ് പരിഗണിക്കുന്നത്. VSSC ഫലത്തിൽ അവ്യക്തതയുള്ളതിനാൽ വീണ്ടും പരിശോധന നടത്തണമെന്ന ആവശ്യം SIT കോടതിയിൽ ഉന്നയിക്കും. സാമ്പിൾ എടുത്ത് മറ്റൊരു ലാബിൽ പരിശോധന നടത്താനാണ് തീരുമാനം. കുറ്റപത്രം സമർപ്പിക്കാൻ സാവകാശം വേണമെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും. TV പ്രസാദും R ഋഷിപാലും ഹരിമോഹനും വിവരങ്ങളുമായി. ആദ്യം ഹരിമോഹനിലേക്കാണ്. ഹരിമോഹൻ, കോടതി ഇപ്പോൾ SITയുടെ റിപ്പോർട്ട് പരിശോധിക്കുകയാണോ? ഇടക്കാല റിപ്പോർട്ട് അതിന്മേൽ ഇപ്പോൾ ഈ പാളികൾ പരിശോധിച്ചാൽ വീണ്ടും പരിശോധന എന്ന ആവശ്യം കൂടിയല്ലേ മുന്നോട്ട് വയ്ക്കുന്നത്? ഇന്നത്തെ ദിവസം എത്രത്തോളം നിർണായകമാണ് SITയെ സംബന്ധിച്ച്? ഹരി, സ്മൃതി, ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകളിൽ ഏറ്റവും നിർണായകമാണ്. കാരണം കുറ്റപത്രം സമർപ്പിക്കാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതിന് തൊട്ടു മുമ്പുള്ള ഒരു റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. 5ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന. അടച്ചിട്ട കോടതി മുറിയിൽ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതി. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ADGP H വെങ്കടേഷ് നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയാണ്. ഈ VSSCയിൽ നിന്ന് 2 പരിശോധനാ ഫലങ്ങൾ ഇതേവരെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിലിപ്പോഴും അവ്യക്തത തുടരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. അതിൽ കേരളത്തിന് പുറത്തുള്ള ലാബിലടക്കം പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം SIT ഇന്ന് ഇപ്പോൾ ഹൈക്കോടതിയെ ധരിപ്പിക്കും. അതിനുവേണ്ടി വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കണം. സന്നിധാനത്ത് മാസപൂജയ്ക്ക് നട തുറക്കുന്ന സമയത്ത് അവിടെ എത്തി ഈ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് അത് ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ പോലെയുള്ള ലാബുകളിൽ പരിശോധനയ്ക്ക് അയക്കണം എന്നുള്ള കാര്യമായിരിക്കും ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ SIT ഉന്നയിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ ഹൈക്കോടതി അതിന് അനുമതി നൽകിയാൽ കുറ്റപത്രം ഇനിയും വൈകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാവകാശം തേടുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തലവൻ നേരിട്ടെത്തിയത് എന്നുള്ളതിന്റെ സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുവരെയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകൾ, അതായത് കഴിഞ്ഞ ഇടക്കാല റിപ്പോർട്ടിനും ഈ ഇടക്കാല റിപ്പോർട്ടിനും ഇടയ്ക്ക് ഒരൊറ്റ അറസ്റ്റ് പോലും SIT നടത്തിയിട്ടില്ല. പക്ഷേ നിർണായകമായ ചില ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളിലെ ചോദ്യം ചെയ്യൽ ഇപ്പോഴാണ് ഉണ്ടായത്. അടൂർ പ്രകാശ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ, ഒപ്പം തന്നെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട വിവരങ്ങൾ ഇതുവരെ ഹൈക്കോടതിയിൽ എത്തിയിട്ടില്ല. അക്കാര്യവും ഈ ഇടക്കാല റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചത് എന്നതിലടക്കമുള്ള വിവരങ്ങൾ ഹൈക്കോടതിയെ ഇന്നിപ്പോൾ ധരിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 2014 സ്വർണ്ണക്കൊടിമര പുനഃപ്രതിഷ്ഠ, 2017 വാജിവാഹന കൈമാറ്റം, 2024-25 2ാം ഘട്ട ദ്വാരപാലക പാളികളിലെ സ്വർണം പൂശൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ SIT ഇതുവരെ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ തന്നെ ഹൈക്കോടതി അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഹൈക്കോടതിയിൽ SIT സമർപ്പിക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് കോടതി ഒരുപക്ഷെ വീണ്ടും ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കുടിമര പുനഃപ്രതിഷ്ഠയിലോ വാജുവാഹനത്തിലോ 2025 അതായത് PS പ്രശാന്തിന്റെ കാലത്തെ ബോർഡ് എടുത്ത ഈ സ്വർണം പൂശൽ തീരുമാനത്തിലോ എന്തെങ്കിലും അപാകതകൾ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നുള്ള നിർദ്ദേശമായിരിക്കും ഹൈക്കോടതി നൽകുക. അത് പക്ഷേ ഈ ആദ്യ 2 കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷമായിരിക്കും. ഈ കുറ്റപത്രത്തിനുള്ള സാവകാശം എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് കൊടുക്കാൻ തന്നെയാണ് സാധ്യത. കാരണം സ്വാഭാവിക ജാമ്യം തേടി പ്രതികൾ പുറത്തിറങ്ങുന്നത് ആശങ്കാവഹമായ കാര്യമല്ല. അന്വേഷണം അതിന്റെ സമയമെടുത്ത് തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ശാസ്ത്രീയ പരിശോധന അടക്കം സമയമെടുത്ത് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കോടതി ഈ കേസിലെ CBI അന്വേഷണം ആവശ്യം പരിഗണിക്കുന്ന സമയത്ത് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ SIT മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെല്ലാം കോടതിയിൽ നിന്ന് അംഗീകരിച്ചു കിട്ടാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ അങ്ങനെ കൂടുതൽ സമയം അനുവദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ഗൗരവതരമായിട്ടുള്ള ഒരു വസ്തുത. ഒപ്പം തന്നെ ഇന്നിപ്പോൾ സമർപ്പിക്കുന്ന SITയുടെ റിപ്പോർട്ടിനകത്ത് ഈ കൂടുതൽ പ്രതികൾ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്ന് കരുതുന്നു. കാരണം കഴിഞ്ഞ തവണ ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ SIT സൂചിപ്പിച്ചിരുന്ന 5 പേർ കൂടി റഡാറിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു. അതായത് കട്ടിളപ്പാളി കേസിൽ 3 പേരും ദ്വാരപാലക കേസിൽ 2 പേരും അവർ നിർണായകമായിട്ടുള്ള ചില നിർണായകമായ നിരീക്ഷണത്തിലാണ്. അവരുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ പരിശോധിക്കുന്നുണ്ട്. അവരുടെ പങ്ക് വ്യക്തമായി കഴിഞ്ഞാൽ അവരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണ, അതായത് ജനുവരി മാസം 19-ാം തീയതി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിപ്പോൾ ഇത്ര ദിവസമായിരിക്കുന്നു. ഇതുവരെ ആ 5 പേരിൽ ആരെയും അറസ്റ്റ് ചെയ്തതായിട്ട് വിവരമില്ല, അല്ലെങ്കിൽ അവരെ പ്രതി ചേർത്തതായിട്ട് വിവരമില്ല. അതുകൊണ്ട് തന്നെ SIT എന്താണ് അവരെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് ഹൈക്കോടതിയെ അറിയിക്കും. പ്രത്യേകിച്ച് ഹൈക്കോടതി തന്നെ ഇടക്കാല ഉത്തരവിലെ 5 പേരുടെ കാര്യങ്ങൾ പേരെടുത്ത് പറയാതെ പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത ഈ റിപ്പോർട്ട് വഴി കിട്ടും. അതുവഴി ഒരു ഇടക്കാല ഉത്തരവ് വൈകുന്നേരത്തോടുകൂടി ഹൈക്കോടതി പുറപ്പെടുവിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ കോണുകളിൽ നിന്ന് SITയുടെ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി ഒരുപക്ഷെ വീണ്ടും SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ
അല്ലെങ്കിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് പറയാനുമുള്ള സാധ്യത ഒരിക്കൽ കൂടി കാണുന്നുണ്ട്. കാരണം ഇത്ര ദിവസമായിട്ടും ഹൈക്കോടതിക്ക് ഇതേവരെ അന്വേഷണത്തെ ദേവസ്വം ബെഞ്ച്, പ്രത്യേകിച്ച് ദേവസ്വം ബെഞ്ച് വിമർശിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. എന്നാലും ഹൈക്കോടതിയിൽ ഈ SIT റിപ്പോർട്ട് വരുന്ന ദിവസം തന്നെയാണ് കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ N വാസു സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ നൽകുന്നത് എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് തന്ത്രിയുടെ കൂടി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെയാണ് ഈ സ്വാഭാവിക ജാമ്യം നേടി പ്രതികൾ ഒരു വശത്ത് കൂടി ഇറങ്ങുകയും അപ്പുറത്ത് സാവകാശം ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, TV പ്രസാദ്, ഇപ്പോൾ പാളികൾ പരിശോധിച്ചിട്ടുള്ള റിപ്പോർട്ടിലാണ് SIT വലിയ പ്രതീക്ഷ വെച്ചിരുന്നത്. അതിൽ ഒരു അന്തിമമായ അനുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷേ 2 പരിശോധനകൾ പൂർത്തിയാക്കുമ്പോൾ ഇനിയും പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ VLCCയിൽ വേണ്ട പരിശോധന എന്ന രൂപത്തിലേക്കാണോ അന്വേഷണ സംഘം എത്തുന്നത്? അങ്ങനെയെങ്കിൽ എവിടെയാണ് പരിശോധന? ആ പരിശോധനാ റിപ്പോർട്ട് എത്ര വേഗം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത് പ്രസാദ്? ശ്രുതി, ഏറ്റവും നിർണായകമായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഇതിനകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, അതിൽ എത്രമാത്രം സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത പ്രത്യേക അന്വേഷണ സംഘത്തിന് വന്നിട്ടില്ല. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത്, കട്ടിളപ്പടിയും ദ്വാരപാലകര വിഗ്രഹത്തിലെ പാളികളും അപ്പാടെ തന്നെ മറച്ചു വിറ്റിരുന്നോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ 2 കാര്യത്തിലും ഇതുവരെയും ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് VSSC കൂടാതെ മറ്റൊരു ലാബ് കൂടി പരിഗണിക്കാനുള്ള സാധ്യത. VSSCയെക്കാളും കപ്പാസിറ്റിയുള്ള മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതെങ്കിലും ഒന്നാകാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ ഒരു ശാസ്ത്രീയമായ നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നെ കോടതിയിൽ കേസ് തോറ്റുപോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഈ പാളികളുടെ ഇതിന്റെ കാലപ്പഴക്കം എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസിലുള്ള കണക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ കണക്കുമൊക്കെ പരിശോധിച്ചിട്ടാണ് ഏതാണ്ട് ഇത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. അതെന്തായാലും കൃത്യമായ കണക്കല്ല എന്ന ബോധ്യം SITക്കുണ്ട്. അതുകൊണ്ട് എത്രമാത്രം സ്വർണം ഈ രണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുകയും ഈ കേസിൽ ഏറെ നിർണായകമാണ്. നേരത്തെ ഹരി വിശദീകരിച്ചതുപോലെ ഇന്ന് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇവിടുന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയായിരിക്കണം ഇന്നത്തെ റിപ്പോർട്ടിലും ഉണ്ടാവുക. സ്വാഭാവികമായി ഇന്നത്തെ ഇടക്കാല ഉത്തരവിന്റെ ഭാഗമായി അത് ഉത്തരവായി പുറത്തിറങ്ങുമ്പോൾ മാത്രമേ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും പരിശോധനയിലേക്കും കടക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. സ്മൃതി. ശരി, റോഷിപാൽ കൂടിയുണ്ട്. റോഷിപാൽ, ഇപ്പോൾ SITക്കെതിരെ പ്രതിപക്ഷം നിലപാടെടുക്കുകയാണ്. SITയെ ആദ്യം വിശ്വാസത്തിലെടുത്തു എന്ന് പറയുമ്പോഴും SIT ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തിരിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നത് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന ആരോപണമാണല്ലോ ഉയർത്തുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ കടകംപള്ളിയെയും അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങളടക്കം SIT വെക്കാനിരിക്കുന്നു. അതിന്മേൽ കോടതി എന്തെങ്കിലും പരാമർശം നടത്തുമോ എന്നത് നിർണായകമാകില്ലേ? അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തിന് ഒരുപക്ഷെ ബലമാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ആയുധം നഷ്ടപ്പെടാം. ആ നിലയ്ക്ക് കൂടി ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടതാണെന്ന് കരുതേണ്ടേ റോഷിപാൽ? സ്മൃതി, ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ പ്രധാനമാകും. വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചയാവുക നിരീക്ഷണങ്ങളായിരിക്കും. കാരണം കഴിഞ്ഞ തവണ കോടതി നിരീക്ഷണങ്ങൾ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുകൂലമായിരുന്നു. അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്ന നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയും അത് ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കുകയും ചെയ്തു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന്റെ ദിവസങ്ങൾ പ്രതിപക്ഷം സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നത്. ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുവെന്ന പ്രധാന ആരോപണമാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അംഗങ്ങളും ഉയർത്തിയത്. അതിനെയാണ് ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വെച്ച് ഭരണപക്ഷം പ്രതിരോധിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നിരീക്ഷണങ്ങൾ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഏറ്റവും പ്രധാന രാഷ്ട്രീയ ആയുധമാക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അതിൽ അടൂർ പ്രകാശിനെതിരെയോ അല്ലെങ്കിൽ ആന്റോ ആന്റണിക്കെതിരെയോ അന്വേഷണം നടക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയുന്നു. കാരണം അതൊന്നും ആ അന്വേഷണത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ, ഒരു ചിത്രത്തിൽ വന്നതുകൊണ്ട് അവർ തെറ്റു ചെയ്തു എന്നില്ല എന്ന് തന്നെയാണ്
പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. അതേസമയം തന്നെ കുറെ ഉത്തരങ്ങൾ അടൂർ പ്രകാശ് അടക്കം നൽകാനുണ്ട് എന്ന് ഭരണപക്ഷം പറയുമ്പോൾ അവിടെ സംശയമുന്നയിലാകുന്നത് UDF കൺവീനർ കൂടിയാണ്. അതേസമയം തന്നെ മറുഭാഗത്ത് കോടതിയുടെ പൂർണ്ണ പിന്തുണ അന്വേഷണ സംഘത്തിനുണ്ട്. പ്രതിപക്ഷം വിമർശിക്കുന്ന രീതിയിൽ ഒരു അവിശ്വാസം ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ അങ്ങനെ ഒരു നിരീക്ഷണം ഒരു ഘട്ടത്തിലും വന്നിട്ടില്ല എന്നതാണ് ഭരണപക്ഷത്തിനും അനുകൂലമാകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങളും അത് സംബന്ധിച്ച തീരുമാനങ്ങളുമാണ് വരും ദിവസങ്ങളിൽ ചർച്ചയാവുക. ഉറപ്പായിട്ടും അതെ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 2 ജാമ്യ ഹർജികൾ ഇന്ന് കോടതിയിൽ എത്തുന്നുണ്ട്. അതുകൂടി ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യമുള്ളതാക്കുകയാണ്. ഹരിമോഹൻ, ഇന്നിപ്പോൾ എൻ വാസുവിന്റെയും തന്ത്രിയുടെയും ജാമ്യ ഹർജികൾ എത്തുന്നു. എൻ വാസുവിന്റേത് 90 ദിവസം പൂർത്തിയായിരിക്കുന്നത്. സ്വാഭാവിക ജാമ്യത്തിലാണ് എൻ വാസു എത്തുന്നത്. എൻ വാസു സുപ്രീം കോടതിയിൽ വരെ നേരത്തെ ജാമ്യ ഹർജി നൽകിയാണ്. സുപ്രീം കോടതിയിൽ നിന്നും സ്വർണം കട്ടവരല്ലേ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ സ്വാഭാവിക ജാമ്യം കോടതിക്ക് നിഷേധിക്കാനാവില്ല. തന്ത്രിയുടേത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള ഹർജിയാണ്. ഇതിന്മേലുള്ള തീരുമാനം എപ്പോൾ പ്രതീക്ഷിക്കാം ഹരിമോഹൻ? സ്മൃതി, ഇന്നാണിപ്പോൾ എൻ വാസു കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതൊരു സ്വാഭാവിക ജാമ്യാപേക്ഷ ആയതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ നിന്ന് അനുവദിച്ച് ലഭിക്കാനാണ് സാധ്യത. കാരണം മുഖ്യപ്രതിയായിട്ടുള്ള 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വരെ സ്വാഭാവിക ജാമ്യം ലഭിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിൽ വാസുവിനോട് മാത്രം വിവേചനപരമായി കോടതി തീരുമാനമെടുക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം അത് ഒരു നിയമപരമായി പ്രതിക്ക് കിട്ടേണ്ട അവകാശമാണെന്നുള്ളത് എല്ലാ തവണയും കോടതി സ്വാഭാവിക ജാമ്യം ലഭിക്കുമ്പോൾ എടുത്തു പറയുന്നുണ്ട്. അതായത് കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഈ സ്വാഭാവിക ജാമ്യം അനുവദിക്കുന്നത്, മറിച്ച് അത് 90 ദിവസമായതുകൊണ്ട് ഒരു അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് എന്ന് കൊല്ലം വിജിലൻസ് കോടതി എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് വാസുവിന്റെ കാര്യത്തിലും മറ്റൊന്നായിരിക്കില്ല തീരുമാനം. ഇന്നൊരു പക്ഷേ വാദം കേട്ട ശേഷം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ആദ്യത്തെ ദിവസമായതുകൊണ്ട് അന്ന് തന്നെ വിധി പറയാനുള്ള സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. 11-ാം തീയതി KS ബൈജുവിന്റെ മുൻ തിരുവാഭരണ കമ്മീഷണറുടെ സ്വാഭാവിക ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അന്ന് തന്നെ ദിവസം വിശദമായ ഇടക്കാല ഉത്തരവുണ്ടാകും ഹൈക്കോടതിയിൽ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമല ദേവസ്വം ബെഞ്ച് ഇപ്പോൾ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ ഇപ്പോൾ ഹൈക്കോടതി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമാണ്. SIT ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇടക്കാല അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ള നടപടികൾ തുടരുകയാണ്. വിശദമായ ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ വൈകാതെ തന്നെ ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം.